കർത്താവിന്റെ ശബ്ദം കേൾപ്പാനായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം, കാതുകളെ കാതോർത്ത് കേൾക്കാം. തീമായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്ന വാക്യം അവസാനമായിട്ട് ഞാൻ വായിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 78 4 വാക്യമാണ് തീം വേഴ്സായിട്ട് തെരഞ്ഞെടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ട് വന്ന ദൈവത്തിന്റെ വചനം. 4 വാക്യം ഞാൻ വായിക്കുന്നു. നാം അവരുടെ മക്കളോട് അവയെ മറച്ചു വെക്കാതെ വരുവാനുള്ള തലമുറയോട് യഹോവയുടെ സ്തുതിയും ബലവും അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളും വിവരിച്ച് പറയും. സങ്കീർത്തനങ്ങൾ 150 ഉള്ളത് കൊണ്ട് ചിലപ്പോഴൊക്കെ നമ്മൾ സൗകര്യത്തിന് വേണ്ടി ഇടയ്ക്കുന്നൊക്കെ എടുത്തു വെച്ചങ്ങ് വായിക്കും. പക്ഷേ ഈ 150 ചാപ്റ്റേഴ്സിനെയും വളരെ ക്രമീകൃതമായിട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. 1 മുതൽ 41 അധ്യായം വരെ 1 ബുക്ക് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഫസ്റ്റ് ബുക്കാണ്. 5 ബുക്കുകൾ ചേർക്കുന്നതാണ് ഈ 150 ചാപ്റ്റേഴ്സ് ആയി നമ്മൾ വായിക്കുന്നത്. സെക്കൻഡ് ബുക്കായി കരുതപ്പെടുന്നത് 42 മുതൽ 72 വരെയുള്ള അധ്യായങ്ങളാണ് സെക്കൻഡ് ബുക്ക്. മൂന്നാമത്തെ ബുക്ക് ഈ കുറിവാക്യം ഇരിക്കുന്ന തേർഡ് ബുക്കിലാണ്. 73 to 89, 73 മുതൽ 89 വരെയുള്ള അധ്യായങ്ങൾ മൂന്നാമത്തെ ഒരു പുസ്തകമായിട്ടാണ് കരുതുന്നത്, ഒരുമിച്ച് വെച്ചിരിക്കുന്ന പഠനത്തിന്റെ സൗകര്യത്തിന് വേണ്ടി. നാലാമത്തെ കരുതുന്നത് 90-ാം സങ്കീർത്തനം മുതൽ 106-ാമത്തെ അധ്യായം വരെ 4-ാമത്തെ ബുക്ക്. അവസാനത്തേത് 107 മുതൽ 150 വരെയുള്ള അധ്യായങ്ങളാണ്. ഇത് ഞാൻ പറയാൻ ഒരു കാര്യമുണ്ട്, സമയമില്ലാത്തടത്ത് ഈ വിഭജനം പറയാൻ ഒരു കാര്യമുണ്ട്. ഓരോ വാക്കിൽ ഈ വിഭജനങ്ങളെ പഠിച്ചാൽ 1 മുതൽ 41 അധ്യായങ്ങൾ വരെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വേദപണ്ഡിതന്മാർ പറയുന്നത് ജസ്റ്റ് പുട്ട് ദ നെയിം ഡേവിഡ്. ഡേവിഡ് ക്യാപ്ചേഴ്സ് ദി ഐഡിയ. 42 മുതൽ 72 വരെയുള്ള അധ്യായങ്ങൾ ഒറ്റ വാക്കിട്ടാൽ ഇട് കിങ് എന്ന വാക്കിട്. ആ കിങ്ങിനകത്തുണ്ട് അതിന്റെ തീംസ് എല്ലാം. മൂന്നാമത്തെ ഞാനിപ്പോ പറയുന്നില്ല. 4-ാമത്തെ ബുക്കിന് ഒരു വാക്ക് കൊടുത്താൽ 89 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾക്ക് 106 വരെയുള്ള അധ്യായങ്ങൾക്ക് ഒറ്റ വാക്ക് കൊടുക്കുകയാണ്. വാട്ട് ഈസ് ഇറ്റ് അബൌട്ട്? ആൾക്കാർ അതിനെക്കുറിച്ച് പറയുന്നത് കോൾ ഇറ്റ് കിങ്ഡം, കിങ്ഷിപ്പ്. അതിനകത്തുണ്ട് ആ വാക്കുകൾ. അവസാനത്തെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം 107 മുതൽ 150 വരെയുള്ള അധ്യായങ്ങൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് അബൌട്ട് പ്രൈസ്, ഇറ്റ്സ് അബൌട്ട് വർഷിപ്പ്. ഈ രണ്ടിന്റെ ഇടയ്ക്ക് വേണ്ട ഒരു ബുക്ക് കിടക്കുന്നു. 73 മുതൽ 89 വരെയുള്ള അധ്യായങ്ങളെ ഒറ്റ വാക്കിൽ വിളിച്ചാൽ അതിനെ വിളിക്കുന്ന പേര്, വിളിക്കുന്ന വാക്ക് ക്രൈസിസ്. വലിയ സംഘർഷമാണ് ഇവിടെ. മനസ്സിലൂടെ വലിയ ഭാരം. അതിനെ ആണ് ഒരുമിച്ച് ഇത്ര അധ്യായങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത്. അതിന്റെ ഇടയിലാണ് നമ്മുടെ വാക്യം കിടക്കുന്നത്. ഞാനിത് മറച്ചു വെക്കത്തില്ല, ഞാനിത് അടുത്ത തലമുറയോട് പറയാൻ പോകുകയാ എന്ന് ആസാഫിന്റെ സങ്കീർത്തനമാണിത്. ആസാഫ് എന്ന എഴുത്തുകാരൻ 73 മുതൽ 83 വരെയുള്ള അധ്യായങ്ങൾ, 11 അധ്യായവും സങ്കീർത്തനം 50-ഉം മൊത്തം കൂടെ 12 അധ്യായങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ് ഈ സങ്കീർത്തനങ്ങളുടെ ശേഖരണത്തിന്. എന്നെ സ്പർശിച്ച വാക്ക് തുടങ്ങുകയാ ചിന്തകൾ. ഞാനിത് മറച്ചു വെക്കത്തില്ല, ഞാനിത് അടുത്ത തലമുറയോട് പറയും എന്ന് 78-ാമത്തെ അധ്യായമായിട്ട് 4-ാമത്തെ വാക്യത്തിൽ ഐ വിൽ നോട്ട് ഹൈഡ് ദിസ്, ഞാനിത് മറച്ചു വെക്കത്തില്ല. എന്താ കാര്യം? മറച്ചു വെക്കേണ്ട എന്തേലും സാഹചര്യമുണ്ടോ? എന്തുകൊണ്ടാ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഞാനിത് മറച്ചു വെക്കാതെ അടുത്ത തലമുറയോട് ഇത് പറയാൻ പോവുകയാണ്? ഒരു കാര്യമുണ്ട്. ആസാഫിന്റെ സങ്കീർത്തനങ്ങൾ തുടങ്ങുന്നത് 73-ാം അധ്യായത്തിലാണ്. 78-ലാ പറയുന്നത് ഞാനിത് മറച്ചു വെക്കത്തില്ല. 73-ൽ ഒരു കാര്യം നടന്നു. 73-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം, പരിചയമുള്ള വാക്യം ഇങ്ങനെയാ: എന്റെ കാലുകൾ ഏകദേശം ഇടറി, എന്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. ആസാഫ് പറയുക ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മെനി തിങ്സ്.
ഞാൻ വീണു പോകുന്നത് പോലെ എനിക്ക് തോന്നുകയാ. എന്താ കാര്യം എന്നറിയാമോ? കാര്യം ഇതാ, 73-ന്റെ 3-ാം വാക്യത്തിൽ, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നുന്നു. എന്തിയെ നീതിമാനായ ദൈവം? വിശുദ്ധിക്ക് ഇവിടെ ഒരു വിലയില്ലേ? 73-ന്റെ 13-ാം വാക്യത്തിൽ, ഞാൻ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എന്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമാ എന്ന് പറയുക. വിശുദ്ധിക്ക് വിലയില്ലേ? വേർപാടിന് വിലയില്ലേ? വിശുദ്ധമല്ലാത്തതും അശുദ്ധിയുള്ളതുമെല്ലാം കൊഴുത്ത് മ്ലേച്ഛകരമായത് ചെയ്തിട്ടും നല്ലതായി വരുന്നു. Is there no value if somebody decides I am going to serve the Lord, I will live in holiness? ഇതൊന്നും മനസ്സിലാകാത്ത ആസാഫ്. എന്നിട്ട് ആസാഫ് ഒരു കാര്യം പറയുക, 73-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം എല്ലാവരും കേൾക്കണമേ. പറയുക, ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. എങ്ങനെ? എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല. വിശുദ്ധിക്കൊരു വിലയുമില്ലേ എന്ന് ഞാൻ സംസാരിക്കാൻ വിചാരിച്ചെങ്കിൽ ഞാൻ നിന്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു. എന്റെ മനസ്സിൽ സംസാരിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ സംസാരിച്ചു പോയായിരുന്നെങ്കിൽ ഞാൻ ഒരു തലമുറയെ നശിപ്പിച്ചേനെ. ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവരും കേൾക്കണമേ. പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ ഒരു നിയോഗം നിങ്ങളോട് അറിയിക്കാനായി ഇന്ന് രാത്രി തന്നിട്ടുണ്ട്. ഒരു തലമുറ നഷ്ടപ്പെടാൻ കാര്യം അല്ല. ഇവിടെ ആരെങ്കിലും ഇരിപ്പുണ്ട്, നഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ല എന്ന് ചിന്തിച്ച ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ, 2 ആഴ്ച മുമ്പ് ഈ ഷിക്കാഗോ പട്ടണത്തിൽ നിന്നും ഡോക്ടർ വിൽസൺ എബ്രഹാം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. എ ജനറേഷൻ അറ്റ് ദ ഡോർ. വാതിക്കൽ ഇറങ്ങാൻ നിൽക്കുന്ന ഒരു ജനറേഷൻ ഇരിപ്പുണ്ട്. നമുക്ക് പറയുമ്പോ ആളുണ്ട്, നമ്പേഴ്സ് അല്ല. കാണുന്നുണ്ടോ ഒരു തലമുറ ദൈവസന്നിധിയിൽ വിറയ്ക്കാത്ത, വചനം വായിക്കാത്ത, ഇപ്പൊ കേട്ടതുപോലെ പരിശുദ്ധാത്മ ശക്തിയെ സംശയിക്കുന്ന ഒരു തലമുറ വരാൻ ഒരു കാരണമുണ്ട്. ആസാഫ് പറഞ്ഞു, എനിക്ക് സംസാരിക്കാൻ ഞാൻ തുടങ്ങി, പക്ഷേ ഞാൻ സംസാരിച്ചില്ല. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത്, ആവശ്യമില്ലാത്തത് സംസാരിച്ചത് കൊണ്ട് ഒരു തലമുറയെ നഷ്ടമായി പോയത്. എന്തുവാ ആവശ്യമില്ലാതെ സംസാരിച്ചത്? പറഞ്ഞു പിടിപ്പിച്ചു. മിഷനൊന്നും കൊടുക്കരുത്, എല്ലാം കൊണ്ട് അവര് വീട്ടിൽ കഴിക്കുക. അങ്ങനല്ല എല്ലാരും മിഷൻ ചെയ്യുന്നത്. ചുമ്മാ പറഞ്ഞു, ഇന്ത്യയിൽ നിന്ന് വരുന്നവരെല്ലാവരും പൈസ ഉണ്ടാക്കാനാ വരുന്നത്. എല്ലാരും പൈസ ഉണ്ടാക്കാനല്ല ഇങ്ങോട്ട് വിമാനം കയറി വരുന്നത്. ചിലര് പറഞ്ഞു, ആരുണ്ട് വിശുദ്ധർ, ഒരാളെ ഒന്ന് കാണിച്ചേ. ചുമ്മാ പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ ഇതിനകത്തിരിക്കുന്നെങ്കിൽ ഓർക്കണമേ. ആസാവ് പറഞ്ഞു, ആ മണ്ടത്തരം ഞാൻ കാണിച്ചില്ല. കാണിച്ചായിരുന്നെങ്കിൽ എന്റെ തലമുറയല്ല, ദൈവത്തിന്റെ ഒരു തലമുറ നഷ്ടപ്പെട്ടു പോയേനെ. കേൾക്കുന്നുണ്ടോ ദൈവമക്കളെ? ആ വാക്കിൽ ആസാഫ് പറയുന്നത് ഇങ്ങനെയാ പറയുന്നത്, ഐ വുഡ് ഹാവ് ബിട്രേഡ് മൈ ചിൽഡ്രൻ എന്നല്ല പറയുന്നത്, ഐ വുഡ് ഹാവ് ബിട്രേഡ് യുവർ ചിൽഡ്രൻ. നമ്മുടെ സഭകളിൽ ഇരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളല്ല, അത് ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാണ്. ഇവിടെ വന്നിരിക്കുന്നവർ അടുത്ത തലമുറ, they belong to God. അവരെ നശിപ്പിക്കുന്ന അഴിച്ചുവിട്ട വാക്കുകൾ പറയാതെ വാക്കുകൾ നിയന്ത്രിക്കാൻ തയ്യാറായാൽ ഒരു തലമുറ ഈ പട്ടണത്തിൽ നിന്ന് എഴുന്നേക്കും. ദൈവത്തിൽ വിശ്വസിക്കുന്ന, സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഒരു തലമുറ എഴുന്നേക്കും. എന്താ പറയുന്നത്? ഞാൻ മറച്ചു വെക്കത്തില്ല എന്ന് പറയാൻ കാര്യം എന്താണെന്നറിയാം? പേഴ്സണലി നോക്കിയാൽ മുഴുവൻ സംശയ. എന്തിയെ ദൈവം എന്നുള്ള ചോദ്യം. ദുഷ്ടന്മാര് പെരുകുന്നു. ഇതിന്റെ ഉത്തരം തലമുറയോട് പറയാതെ 73-17 ഈ ചിന്ത കൊണ്ടെല്ലാം ഞാൻ ദേവാലയത്തിലോട്ട് അങ്ങോട്ട് ചെന്നെന്നാ പറയുന്നേ. ദൈവ സാന്നിധ്യത്തിൽ ചെന്നപ്പോ ഈ സംശയത്തിന്റെ എല്ലാം മറുപടി കിട്ടി. 73-25 മുതൽ പറയുക,
In all heavens I desire you. എനിക്ക് അങ്ങേ മാത്രമേ ആഗ്രഹിക്കാനുള്ളൂ. ദൈവ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വന്നാൽ നമ്മുടെ വൊക്കാബുലറി മാറും, നമ്മുടെ അഭിപ്രായങ്ങൾ മാറും. ഒരു തലമുറ അവിടെ രക്ഷപ്പെടും. അതൂത് തിരിച്ചറിയുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ഒരു നിമിഷം കൈകളെ അടിച്ച്, ദൈവമേ, എന്റെ കുടുംബത്തിൽ എന്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടാതെ, അവർക്ക് അതും ഇതും പറയാതെ അവരോട് ദൈവത്തിന്റെ പ്രവൃത്തി പറയാൻ ഒരു അഭിഷേകം ഇന്ന് രാത്രി എന്റെ മേൽ പകരണമേ. ആസാഫ് എന്ന് പറയുന്നയാള് കർത്താവ് പ്രാർത്ഥനയിൽ എന്നോട് പറഞ്ഞത്, ഈ കോൺഗ്രിഗേഷനകത്ത് ആളുകൾ ഇരിപ്പുണ്ട്. വാട്ട് വിൽ ഐ ടോക്ക് ടു മൈ ജനറേഷൻ? എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയി. സംശയങ്ങളാ, ഒത്തിരി സംശയ. രോഗം വന്നു, ചെല്ലൻ്റെ അടുത്ത് ചെന്നില്ല. ഇറ്റ്സ് ഫുൾ റിഗ്രറ്റ് ലൈക്ക് ഏസാഫ്. അതിന്റെ നടുവിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ചോദ്യങ്ങൾ മാറുന്നില്ല. ഒരു നിമിഷം ദൈവസന്നിധിയിലോട്ടൊന്ന് തിരിഞ്ഞാൽ, മൗനമായിരിക്കേണ്ടവനല്ല നിങ്ങൾ, മൗനമായിരിക്കേണ്ടവനല്ല നിങ്ങൾ. നിങ്ങളുടെ അധരത്തിലൂടെ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ സംസാരിപ്പാൻ ദൈവത്തിന്റെ നിയോഗം ദൈവത്തിന് അയക്കാനുണ്ട്. ഏത് അധരത്തിലൂടാണോ മിസ്റ്റേക്ക് പറയാൻ ചിന്തിച്ചത്, ആ അധരമായി ഇപ്പൊ പറയുന്നത്, ഞാനിത് മറച്ചു വെക്കത്തില്ല, ഞാനിത് അടുത്ത തലമുറയോട് പറയാൻ പോവാ. എന്റെ ഫീലിംഗ് അല്ല ഞാൻ പറയാൻ പോകുന്നത്, ദൈവത്തിന്റെ വലുപ്പമാണ് ഞാൻ പറയാൻ പോകുന്നത്. കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കണമേ. ഇവിടെ നോക്കുമ്പോ 78-ന്റെ 1-ാമത്തെ വാക്യം, ഒന്ന് ഈ ആസാഫിനെ നമ്മൾ മനസ്സിലാക്കുക. സ്ട്രഗിളിലൂടെ പോയ ആളാ പറയുന്നത്, ഞാൻ മറച്ചു വെക്കത്തില്ല. എന്റെ കാര്യമായിരുന്നു മറച്ചു വെച്ചതിനും, പക്ഷെ ഇതിപ്പോ ദൈവത്തെ കണ്ടോണ്ട് എനിക്കിനി മറച്ചു വെക്കാനൊക്കത്തില്ല. ഐ എം ഗോയിങ് ടു ഡിക്ലെയർ ദ വണ്ടേഴ്സ് ഓഫ് ദ ലോർഡ്. 78-ന്റെ 1-ൽ എന്തോ ഒരു അധികാരത്തോട് ആസാവ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. എന്റെ ജനമേ, നമുക്കൊന്ന് ഒരുമിച്ച് വായിക്കാമോ? കാണുന്നവർ, വാക്യം കാണുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് വായിക്കാം. 78-ന്റെ 1. എന്റെ ജനമേ, എന്റെ ഉപദേശം ശ്രദ്ധിപ്പിൻ, എന്റെ വായ്മൊഴികൾക്ക് നിങ്ങളുടെ ചെവി നിർത്തണം. ആരാ ഇത്? ഇതേത് റെവറൻഡ് ഡോക്ടറാ? ഇതേത് സെമിനാരിയിൽ നിന്ന് MTH കിട്ടിയതാ? ഇത്ര അധികാരത്തോടെ എന്റെ ജനമേ, എന്റെ ഉപദേശം കേൾപ്പിൻ, എന്റെ വായ്മൊഴികൾക്ക് എവിടുന്ന? എന്താണ്ട് നല്ലതായിട്ട് അറിയാമെന്ന് തോന്നുന്നല്ലോ. ആരാ ഈ ആസാഫ് എന്നറിയാമോ? 1 ദിനവൃത്താന്തം 6 എഴുതിയിട്ടുണ്ട്. ഒരു ലേവ്യനാ, ബിലോങ്സ് ടു ദ ട്രൈബ് ഓഫ് ലിവായ്. തീർന്നില്ല. 1 ദിനവൃത്താന്തം 16 പാട്ടുകാരനാ, വർഷിപ്പ് ലീഡറാ. 1 ദിനവൃത്താന്തം 25 ഒരു പ്രവാചകനാ. 2 ദിനവൃത്താന്തം 29 ഒരു ദർശകനാ. എന്നെ ഇത് വളരെ ചിന്തിപ്പിച്ചു. ആരായി പറയുന്നത് എന്റെ ഉപദേശം കേൾക്കണം, എന്റെ വായുമൊഴികൾക്ക് ചെവി തരണമെന്ന് പറഞ്ഞത് ഇന്നത്തെ ഒരു ടീച്ചർ പോലല്ല, ഒരു വർഷിപ്പ് ലീഡറായി ഇത് പറയുന്നേ. ഒരു ജനറേഷൻ അങ്ങ് ഡോറിന്റെ അവിടെ ചെല്ലാൻ കാര്യം എന്താണെന്നറിയാം? 1, ആവശ്യമില്ലാതെ സംസാരിച്ചു. 2, പ്രൊഫഷണലായി എല്ലാം എവിടെ വെച്ചോ കേറി. ആളിനെ കൂട്ടണമെങ്കിൽ ഇന്ന ആളെ കൊണ്ടുവരണം. അപ്പൊ ആൾക്കാർ പറഞ്ഞു, ആളിന്റെ ഉപദേശം ശരിയല്ല, ഉപദേശമൊക്കെ ഔട്ടിരിക്കട്ടെ, ആള് വരട്ടെ, ആളെ കൊണ്ടുവാ. ഇനി പാട്ടുണ്ട്, വിളിച്ചാൽ ആദ്യമേ പറയും, ഇത്ര ആളുണ്ടേലേ ഞാൻ വരത്തുള്ളൂ, എനിക്ക് ഇത്ര രൂപ തരണം, എന്നാലും വിളിച്ചോ, ആളെ കൂട്ടാം. ഇത് നമ്മുടെ സമൂഹത്തിൽ ഇടയ്ക്കോട്ട് കയറി ആളെ കൂട്ടാൻ ഒരു പരിപാടി. ഒരു തലമുറ പോകാൻ കാര്യം എന്താണെന്നറിയോ? പെർഫോമൻസിന്റെ ഇടയ്ക്ക് ടീച്ചിങ് അങ്ങ് നഷ്ടപ്പെട്ടു. പാടുന്നവൻ ഉപദേശം അറിയത്തില്ല, ഉപദേശവൻ എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. ആസാഫ് പറയുക, ഞാനൊരു പാട്ടുകാരനാ, പക്ഷെ എന്റെ ഉപദേശം നിങ്ങൾ കേൾക്കണം, എന്റെ വായ്മൊഴികൾക്ക് നിങ്ങൾ ചെവി തരണം. എന്റെ പ്രാർത്ഥന മുറിയിൽ കർത്താവ് എന്നോട് സംസാരിച്ച വാക്കുകൾ ഇതാ: മ്യൂസിക് വിത്തൗട്ട് ടീച്ചിങ് ആൻഡ് പ്രീച്ചിങ് വിത്തൗട്ട് ക്രൈസ്റ്റ് ഈസ് സീറോ, മൈ ഡിയർ ഫ്രണ്ട്സ്. ആരും ഇവിടെ ആശ്വസിക്കല്ലേ, എന്റെ മോന് ഗിറ്റാർ അടിക്കാൻ അറിയാം,
എന്റെ മോള് വയലിൻ വായിക്കാൻ അറിയാം. ഇതല്ല കേട്ടോ അടുത്ത ജനറേഷന്റെ ലെഗസി. ഗിറ്റാർ അടിക്കട്ടെ, വയലിൻ അറിയട്ടെ. ഉപദേശമില്ലാതെ വയലിൻ അടിച്ചാൽ അത് ക്ലബിലും കാണാം ആ വയലിൻ. ആസാഫ് പറയുക, എന്റെ ഉള്ളിൽ ദൈവം മനസ്സിലാക്കി, ഞാൻ ഇനി മിണ്ടാതിരിക്കത്തില്ല. ഐ ആം എ വർഷിപ്പർ ബട്ട് ഐ ഹാവ് എ വേർഡ് ഫ്രം ദ ലോർഡ്. വർഷിപ്പും വേർഡ് ഒരുമിച്ച് പോണ്ട ദൈവമക്കളെ. ഇതങ്ങോട്ട് ചിന്തിക്കുമ്പോഴേ കേൾക്കണമേ, എന്തോ ഒരു അധികാരത്തിലാ പറയുന്നതെന്ന് അറിയാമോ? അവിടെ ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ പദം ലിസൺ ടു ദ ടോറ, ലിസൺ ടു മൈ ഇൻസ്ട്രക്ഷൻ. ഇത് ആവർത്തനം 6-നെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാ. അങ്ങോട്ട് ചിന്തിക്കുമ്പോഴേ നോക്കണമേ. റീസെന്റ് സ്റ്റഡി എന്താണെന്നറിയാമോ? ഞാൻ മുമ്പേ പറഞ്ഞ ഡോക്ടർ വിൽസൺ എബ്രഹാമിന്റെ കണ്ടെത്തലുകളിൽ മലയാളി പെന്റിക്കോസ്റ്റൽ ചർച്ചസിൽ നിന്നും യൗവനക്കാര് പൊക്കോണ്ടിരിക്കുക. ഷിക്കാഗോ ഇന്ത്യൻ പെന്റക്കോസ്റ്റൽ ചർച്ചസിനെ വെച്ചുകൊണ്ടാ സ്റ്റഡി ചെയ്ത് പൊക്കോണ്ടിരിക്കുന്നതിന്റെ കാരണം എന്നെ അതിശയപ്പെടുത്തി. 46% ആൾക്കാർ സഭയിൽ നിന്ന് പോകുന്നവരോട് ഇന്റർവ്യൂ ചെയ്തപ്പോ അവര് പറഞ്ഞെന്നറിയാമോ? നമ്മുടെ സഭകളിൽ, കേരളൈറ്റ്സിന്റെ സഭകളിൽ there is lack of spiritual growth. ഞങ്ങൾ പോവാ. അവര് പോയവരൊന്നും ലോസ്റ്റ് ആയില്ല. പലരും അവര് വേറെ സഭ കണ്ടുപിടിച്ചു, ബൈബിൾ പഠിപ്പിക്കുന്ന സഭ. അപ്പൊ നമ്മൾ എന്തുവായിരുന്നു ചെയ്തത്? മുമ്പേ പറഞ്ഞ പോലെ പ്രസംഗം ഉഴപ്പിട്ട് വന്നിട്ട് ആത്മാവ് ചലിക്കട്ടെ എന്ന് പറഞ്ഞ് കൈയടിപ്പിച്ചു. ഒരു പാട്ടുകാരനെ വിളിച്ച് പാടിച്ചു. കുറെ പേര് പാടി പാടി പാട്ടിലാക്കി ആത്മാവിന്റെ പേര് പറഞ്ഞ് ഒഴുക്കുകയും ചെയ്തു. ദൈവസഭയിലേക്ക് ദൈവവചനം മടങ്ങി വരുമ്പോ അതിനെ വിളിക്കുന്നതാണ് അത് യഥാർത്ഥ ഉണർവാണ്. യഥാർത്ഥ ഉണർവിൽ ദൈവവചനമായിരിക്കും പ്രൊമിനന്റ് ആയി കാണുന്നത്. എന്തുവാ ഇപ്പൊ പറയേണ്ടതിനി? പറഞ്ഞാലേ ഒക്കത്തുള്ളൂ. വർഷിപ്പാന്നേലും പറയണമെന്ന് ആസാവ് പറയുന്നേ. പറയേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ 78:4 3 കാര്യങ്ങളാ പറയുന്നേ. മറച്ചു വെക്കാതെ തലമുറയോട് എന്തോ പറയണം? യഹോവയുടെ സ്തുതി. 2 ബലം, അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തി. എന്തുവാ ഇവിടെ പറയുന്ന യഹോവയുടെ സ്തുതി? ആ സങ്കീർത്തനം 73 കോണ്ടെക്സ്റ്റിൽ 13 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ എക്സോഡസിനെ കുറിച്ചാ പറയുന്നത്. ദൈവത്തിന്റെ നീട്ടിയ ഭുജം കൊണ്ട് ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്നും പുറപ്പെടുവിച്ചു. യഹോവയുടെ സ്തുതി. നമ്മൾ അടുത്ത തലമുറയോട് പറയാൻ പോകുന്ന കാര്യം എന്തുവാ? പലരും പറയുന്നത് എന്താണെന്നറിയോ? മോനെ, 40 വർഷം മുമ്പ് മാവേലിക്കരെ നമ്മളൊരു കുടിലായിരുന്നു. ഇന്ന് കർത്താവ് നമ്മളെ ഇത്രയും കൊണ്ടുവന്നു. ഒരു ജനറേഷൻ പോകാൻ കാര്യം എന്താണെന്നറിയോ? ആവശ്യമില്ലാത്തത് പറഞ്ഞു, ഉപദേശമില്ലാത്ത സംഗീതം വെച്ചു, യേശു കേന്ദ്രീകരിക്കാതെ ഓൺ സക്സസ് ആയി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജൂലൈ 1 ഇന്ത്യൻ എക്സ്പ്രസിൽ ഒരു ആർട്ടിക്കിൾ വന്നു. എന്താണെന്നറിയാമോ വന്നത്? Because this country is celebrating 250 years of freedom. ഇന്ത്യൻ എക്സ്പ്രസ് ഒരു ആർട്ടിക്കിൾ പറഞ്ഞിരിക്കുക, 10 Indians who influenced USA എന്ന് പറഞ്ഞ് പബ്ലിഷ് ചെയ്തിരിക്കുക. ആരൊക്കെയാണെന്നറിയാമോ? മൈക്രോസോഫ്റ്റിലെ ആളുണ്ട്, സത്യ നദൽ. അവിടെ ഉണ്ട് ഗൂഗിളിലെ ആളുണ്ട്, സുന്ദർ പിച്ചൈ ഉണ്ട്. അത് കഴിഞ്ഞ് 3-ാമത്തെ ഒരാളുടെ പേരുണ്ട്, IBMന്റെ അരവിന്ദ് കൃഷ്ണ ഉണ്ട്. 4-ാമതുണ്ട് മുൻ പെപ്സിക്കോയുടെ ഡയറക്ടറായിരുന്ന ഇന്ദിര നൂയി അതിനകത്തുണ്ട്. 5-ാമത്തെ ഒരു പേരുണ്ട്, വേൾഡ് ബാങ്ക് പ്രസിഡന്റായ അജയ് ബംഗ അതിനകത്തുണ്ട്. ഞാൻ നോക്കുമായിരുന്നു, ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു പെന്തിക്കോസുകാരനുണ്ടോ? ഒരാളും ഇല്ല. ഇന്ത്യൻ എക്സ്പ്രസ് ആർട്ടിക്കിൾ അവർ പഠിച്ചിട്ട് പറയുക, ഈ ഭാരത വംശജർ അമേരിക്കയെ സ്വാധീനിച്ച 10 പേരിൽ
IBM കാരനുണ്ട്, മൈക്രോസോഫ്റ്റുകാരനുണ്ട്, ഗൂഗിളുകാരനുണ്ട്. നമ്മൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഉപസിച്ചിട്ടും ആരും ഇല്ലെന്നാ ഞാൻ ഈ പറയുന്നേ. നമ്മൾ പിന്നെ എന്തോ കഥയാ കുഞ്ഞുങ്ങളോട് പറയുന്നേ? BMW കഥയാണോ? ഇനി ഈ 10 പേരിൽ ഒരാളായാലും ഈ കഥയാണോ പറയേണ്ടത്? ദൈവത്തിന്റെ സ്തുതി എന്ന് പറയുന്നത് എന്നെ ഒരു പണക്കാരനാക്കുന്നതല്ല. ദൈവത്തിന്റെ സ്തുതി എന്ന് പറയുന്നത് കുടില് മാറ്റി കൊട്ടാരം വെച്ചതല്ല. ദൈവത്തിന്റെ സ്തുതി എന്താണെന്ന് ഞാൻ പറയാം. ഈ സദസ്സിനകത്ത് ഇരിപ്പുണ്ടല്ലോ, 40 വർഷമായി ഈ രാജ്യത്തിൽ ജീവിച്ചിട്ടും ഒരു വീട് പോലും മാറ്റാതെ തങ്ങളുടെ എന്തൊക്കെ സമ്പാദ്യമുണ്ടോ അതെല്ലാം ഇന്ത്യൻ മിഷൻസിന് കൊടുക്കുന്നവർ ഈ സദസ്സിൽ ഇരിപ്പുണ്ടല്ലോ. 20-ാം വയസ്സിൽ കെട്ടപ്പെട്ട കുടുംബത്തിൽ നിന്നും, പൈശാചിക ബന്ധനമുള്ള കുടുംബത്തിൽ നിന്നും ദൈവം ഒരാളെ തെരഞ്ഞെടുത്ത് ഇന്ത്യൻ വംശജനായ ഒരാള് ഇപ്പോൾ 2000-ൽ പരം സ്റ്റാഫുകൾ വെച്ച് നാഗ്പൂരിനെ ചലിപ്പിക്കുന്ന കഥ ഇതിനകത്തിരിപ്പുണ്ടല്ലോ. അടുത്ത തലമുറ കേൾക്കേണ്ടത് BMW കഥയല്ല, അടുത്ത തലമുറ കേൾക്കേണ്ടത് മെർസിഡീസിന്റെ കഥയല്ല, ദൈവം തൊട്ട കഥ, കിട്ടിയതല്ല കൊടുത്ത കഥ, ദൈവം ബലപ്പെടുത്തിയതിന്റെ കഥ. അതാ ദൈവത്തിന് സ്തുതി തരുന്നത്. ദൈവത്തിന് സ്തുതി. അടുത്ത കേൾക്കണമേ, ദൈവത്തിന്റെ ശക്തി എന്ന്. ശക്തി എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് ഈ സങ്കീർത്തനം 73-ന്റെ കോണ്ടെക്സ്റ്റിൽ ചെങ്കടൽ വിഭജിച്ചു, അതാ ശക്തി. പക്ഷെ ഞാൻ 73 ശ്രദ്ധിച്ചു നോക്കിയപ്പോ അത് മാത്രമല്ല ദൈവത്തിന്റെ ശക്തി. അടുത്ത തലമുറയോട് പറയണം, ദൈവത്തിന്റെ വലിയ പ്രവൃത്തി പറയണം, ആ കൂട്ടത്തിൽ ദൈവത്തിന്റെ ശക്തിയും പറയണം. എന്താ ശക്തി എന്നറിയോ? 21, 22 വാക്യങ്ങളിൽ സങ്കീർത്തനം 78-ാമത്തെ അധ്യായം. ആകയാൽ, കാണുന്നവർ എന്നോട് കൂടെ വായിക്കാമോ? ആകയാൽ യഹോവ അത് കേട്ട് എന്തോ ചെയ്യുക? കോപിച്ചു. അനുസരണക്കേട് കാണിച്ചോണ്ടിരുന്ന, ആവശ്യമില്ലാതെ സംസാരിച്ചോണ്ടിരുന്ന, വർഷിപ്പ് എന്ന് പറഞ്ഞ് ഉപദേശത്തെ അയച്ചു വിട്ടാൽ, അവിടെ എഴുതിയിരിക്കുക, ദൈവം കോപിച്ച് അവൻ ദൈവത്തിൽ വിശ്വസിക്കുകയും അവന്റെ രക്ഷയിൽ ആശ്രയിക്കുകയും ചെയ്യുകയാൽ തന്നെ 31-ാം വാക്യം, ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വന്നു. ദൈവത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ദൈവത്തിന്റെ കോപം ഒരാളുടെ മേൽ വന്നാൽ ഒരു ഇൻസുലേഷനും പിന്നെ വർക്ക് ചെയ്യത്തില്ല. ഡോളറിന്റെ ഇൻസുലേഷൻ വർക്ക് ചെയ്യത്തില്ല, സംഘടനയുടെ ഇൻസുലേഷൻ വർക്ക് ചെയ്യത്തില്ല, ഒരു ഇൻഷുറൻസിന്റെ ശക്തിയും പിന്നെ വർക്ക് ചെയ്യത്തില്ല. ഈ രാജ്യത്തിലെ അടുത്തുള്ളൊരു സ്റ്റേറ്റിൽ ചില മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ഭവനത്തിൽ ഇരിക്കുക. ആ ഭവനത്തിലെ സഹോദരനോട് പറഞ്ഞ സംഭവം, ദൈവത്തിന്റെ ശക്തിയെ അടുത്ത തലമുറയിലേക്ക് പറയണമേ എന്ന് പറയാൻ ഞാൻ നിങ്ങളോട് പറയാം. മധ്യ തിരുവിതാംകൂറിൽ നടന്ന സംഭവം. ആ സ്ഥലപ്പേരൊന്നും പറയുന്നില്ല, കാരണം നിങ്ങൾ ചിലപ്പോൾ ഊഹിച്ചെടുക്കാൻ തന്നെ ഒക്കും. 35 വർഷമായതേ ഉള്ളൂ നടന്നിട്ട്. 5 വർഷം ഇരിക്കേണ്ട ചർച്ച, ഒരു പാസ്റ്റർ വന്ന് 5 വർഷം ഇരിക്കണം. 2-ാം വർഷമേ ഫോൾസ് അലിഗേഷൻ പാസ്റ്ററുടെ മുമ്പിൽ കൊണ്ടുവന്ന് മുൾമുനയിൽ നിർത്തി. 7 പേരുണ്ട് കമ്മിറ്റിയിൽ, അതിൽ 6 പേര് കൂടി ഞാൻ ഈ പറഞ്ഞ സഹോദരന്റെ ഫാദറും കമ്മിറ്റി മെമ്പറാ. വീട്ടിൽ വന്ന് പറഞ്ഞു, അച്ഛനോട് ഒപ്പിടണം, നമുക്ക് പുള്ളിയെ അങ്ങ് മാറ്റാം. ഈ സഹോദരന്റെ ഫാദർ പറഞ്ഞു, ഞാൻ ഒപ്പിടത്തില്ല, നമുക്കൊരു തെളിവില്ല ഇതിനകത്ത്, ഈ ദൈവ മനുഷ്യനെ ദുഃഖിപ്പിക്കരുത്, ഞാൻ ഇതിനകത്തില്ല. ഭൂരിപക്ഷം ഉണ്ടല്ലോ. നേരെ കേന്ദ്രത്തിൽ പോയി. 2 വർഷമായതേ ഉള്ളൂ. പാസ്റ്ററോട് പറഞ്ഞു, എടുത്തോ പോകും, അടുത്ത പാസ്റ്റർ വരും. ഈ എന്നോട് പറഞ്ഞ ഈ സംഭവം പറഞ്ഞ സഹോദരൻ പറഞ്ഞു, ഞാൻ ഈ ഷിഫ്റ്റിങ്ങിന്റെ സമയത്ത് അവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അദ്ദേഹം പറയാ, ഞാൻ ശ്രദ്ധിച്ചു നോക്കുക, പാസ്റ്റർ മോഹമെല്ലാം വളരെ വിഷമമാണ്. ലാസ്റ്റിൽ ലഗേജ് എല്ലാം കയറ്റി അവസാനം പറഞ്ഞു, എനിക്ക് 1 നിമിഷം കൂടെ വേണമെന്ന് പറഞ്ഞു. ആ 2 വർഷം പ്രസംഗിച്ച പുൾപിറ്റിന്റെ പുറകിലോട്ട് മുട്ടുകുത്തിയിരുന്ന് നീതിമാനായ ദൈവമേ എന്ന് വിളിച്ചിട്ട് ഇറങ്ങിപ്പോയി. എന്ത് സംഭവിച്ചെന്നറിയാമോ? ആ സഭയിൽ അടുത്ത 2 വർഷത്തിനുള്ളിൽ ആ കമ്മിറ്റി മെമ്പേഴ്സിലെ
രണ്ടുപേരുടെ വീട്ടിൽ 3 ഡെഡ് ബോഡികൾ ആ സഭയ്ക്കകത്ത് കയറി. 2 പേർ ഇന്നും മാനസിക രോഗികളായി വീട്ടിലിരിക്കുന്നു. ദൈവത്തിന്റെ ശക്തിയെ നമ്മൾ കുറച്ച് കാണരുത്. ദൈവത്തിന്റെ ഈ ശക്തിയെ അടുത്ത തലമുറയിലോട്ട് പറഞ്ഞാൽ ചർച്ച പിന്നെ കളിക്കളമല്ല, അത് ദൈവം ഇറങ്ങി നിൽക്കുന്ന വീടാണ്. പിന്നെ കഥകൾ മാറണം. ഒരു തലമുറയെ രക്ഷിക്കണമെങ്കിൽ അവന്റെ അത്ഭുത പ്രവർത്തികളും അവന്റെ ശക്തിയെയും കുറിച്ച് പറയണം. സമയം കഴിഞ്ഞു. മൂന്നാമത് പറയുന്നത് അവന്റെ അത്ഭുത പ്രവർത്തി. അതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. അത്ഭുത പ്രവർത്തിയെ പറയണം. ഹിസ് മിറാക്കുലസ് ഡീഡ്സ്. എൻ്റെ പപ്പ എന്നോട് പറഞ്ഞു, ഒരു 30 വർഷമായി കാണും. എടാ, ഞാൻ കുന്നംകുളത്തൊരു മീറ്റിങ്ങിന് പോയി. പപ്പ എന്നോട് പറയുക, എൻ്റെ റൂംമേറ്റ് ഒരു അച്ഛനാ, CSI അച്ഛനാ. പപ്പ പറഞ്ഞു, CSI അച്ഛനെ കണ്ടു, എങ്ങനെ ഇനി സുവിശേഷം പറയുന്നത്, എങ്ങനെ എന്തോ പറയുന്നത്? പപ്പ പറഞ്ഞു, എനിക്ക് ചോദിക്കണോ, അച്ഛൻ ഇരുന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന കണ്ടു, റൂംമേറ്റ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന കണ്ടു. എൻ്റെ ഫാദർ ചോദിച്ചു, അച്ഛൻ സ്നാനപ്പെട്ടതാണോ? അച്ഛൻ തിരിച്ചു പറഞ്ഞു, സ്നാനപ്പെടാൻ എന്നോട് ദൈവം ഇതുവരെ പറഞ്ഞിട്ടില്ല, എനിക്ക് കൃപാവരമുള്ള ആളാണ്. എൻ്റെ ഫാദർ വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാ. ദൈവം കൊടുത്ത വാക്കപ്പ പറഞ്ഞു, അച്ഛാ ഇത് വെളിപ്പെട്ട് കിട്ടിയ കാര്യമല്ലേ, ഇനിയും അച്ഛന് വെളിപ്പാട് വേണോ? അവരൊരു മീറ്റിങ്ങിന് ഒരുമിച്ച് പോയ SR മനോഹർ എന്ന് പറഞ്ഞ ആള് പ്രസംഗിച്ചോണ്ടിരിക്കുന്ന ആള് പറയുന്ന ഇതാ, നീ താമസിപ്പിക്കരുത്, ദൈവം നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന കൽപ്പന നീ അനുസരിക്കണം. അങ്ങോട്ട് അച്ഛൻ ഇറങ്ങുന്നു, അടുത്തൊരു ലഘുലേഖ കൊണ്ട് കൊടുക്കുക, നീ തീരുമാനിക്കുന്നത് വേഗത്തിൽ ചെയ്യണം. ഈ CSIയിലെ അച്ഛനായിരുന്ന വ്യക്തി എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഭവനത്തിൽ വന്നു, അച്ഛനും സിസ്റ്ററും കൂടെ വന്നു. ഫാദറിന്റെ മുമ്പിൽ ഒരു ലെറ്റർ കൊടുത്തു, റെസിഗ്നേഷൻ കൊടുക്കുക, CSI സഭയിൽ നിന്ന് ഇറങ്ങാൻ, വിശ്വാസ സ്നാനം സ്വീകരിക്കാൻ. എന്തുവാ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി എന്നറിയാമോ? ആളിന്റെ മുഖം നോക്കാതെ സുവിശേഷത്തിന്റെ ശക്തി വിതയ്ക്കാൻ തയ്യാറായാൽ നമ്മളെ കൊണ്ട് കഴിയാത്തത് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവം ചെയ്യും. ആൾ അവിടെ ഇരിപ്പുണ്ട്. ജോൺസൺ ജോർജ് അച്ഛനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും. A generation is at the door എന്ന് പറയുമ്പോ അങ്ങോട്ട് അവരെ വിടാതെ നമുക്കവരെ തിരിച്ചു പിടിക്കാം, വചനത്തിലേക്ക് കൊണ്ടുവരാം, ആത്മാവിലേക്ക് കൊണ്ടുവരാം, ശക്തിയിലേക്ക് കൊണ്ടുവരാം. ഈ ശക്തി എന്റെ കുടുംബത്തിൽ വേണം കർത്താവേ എന്ന് ആഗ്രഹിക്കുന്നവർ കൈകളെ ഉയർത്തി ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ശക്തിയെ എന്റെ കുടുംബത്തിൽ അയക്കണമേ. നമ്മൾ ഒരുമിച്ച് വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്ക എന്ന് പറയുന്ന പാട്ടൊന്ന് പാടി കർത്താവിനെ ആരാധിച്ച് അവസാനിപ്പിക്കാൻ പോയി. അവസാനത്തെ ഒരു കാര്യം, തലമുറയോട് ഇത് പറഞ്ഞില്ലെങ്കിൽ എന്തോ സംഭവിക്കുമെന്നറിയാമോ? 78-ന്റെ 8-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, they will be stubborn and rebellious. അവർ ശാഠ്യമുള്ളൊരു തലമുറയായി മാറും. ദൈവത്തിന്റെ വചനം പറഞ്ഞില്ലെങ്കിൽ, ആവശ്യമില്ലാത്തത് പറയാതെ ദൈവത്തിന്റെ വചനം ആത്മനിറവിൽ അവരോട് പറഞ്ഞില്ലെങ്കിൽ, വെരി സൂൺ they will be stubborn and rebellious. അപ്പൊ ആസാഫിന് ഒരു കാര്യം മനസ്സിലായി, stubborn സ്പിരിറ്റിനെയും റിബല്യസ് സ്പിരിറ്റിനെയും തകർക്കാൻ ഒന്നിനെ കഴിയത്തുള്ളൂ. അത് ഏതിനാന്നറിയാമോ? ഈ കുഞ്ഞിനോട് ദൈവത്തിന്റെ വചനം പറഞ്ഞുകൊണ്ടിരുന്നാൽ അവന്റെ ഹൃദയം കഠിനപ്പെടാതെ, അവൻ മറുതലിക്കാതെ, അവൻ ശാഠ്യമുള്ളവനാകാതെ, അവന്റെ കല്ലുപോലുള്ള ഹൃദയത്തെ ചുറ്റിക പോലെ ഇടിച്ച് ഭസ്മമാക്കുന്നതാ ദൈവത്തിന്റെ ശക്തിയുടെ വലുപ്പം. അത് വിശ്വസിക്കുന്നവരൊന്ന് എഴുന്നേറ്റ് നിന്ന് കരങ്ങളെ ചേർത്തടിച്ച് വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ കാലം ഇനി ഏറെയില്ല. പ്രത്യാശയോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം.